വെള്ളാപ്പള്ളി പറഞ്ഞ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ പേടിക്കണമെന്നും ഈഴവർക്ക് അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും ശ്മശാനമടക്കം ഇവിടെ നടക്കുന്നില്ലെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ പബ്ലിക്കായിട്ട് പ്രസംഗിച്ചത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ പറയാത്തത് കൊണ്ട് തന്നെ പോലീസ് കേസെടുക്കാൻ വകുപ്പില്ല എന്നറിയിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെയും ഒരു വിഭാഗത്തെയും പറഞ്ഞില്ലെങ്കിലും കള്ളൻ വിളി കേട്ടതുപോലെ ചിലർ ഞങ്ങളെയാണ് പറഞ്ഞത് എന്നും പറഞ്ഞ് രംഗത്തിറങ്ങി. വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിക്കലടക്കം നടത്തി ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കും, മലപ്പുറത്തിന് അങ്ങനെ പറയാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് റോഡിലിറങ്ങി. എല്ലാരെയും മാധ്യമങ്ങൾ പറഞ്ഞു പേടിപ്പിച്ചു. അയ്യോ ഇപ്പൊ വലിയ പ്രശ്നമാവൂത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പിറ്റേ ദിവസം SNDPക്കാര് കുറച്ചു പേര് തെരുവിലിറങ്ങി. ആ കാഴ്ച വേറെ ഒരു ചാനലുകളും കാണിക്കാത്ത കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ദാ കണ്ടോളൂ. വർഗീയത വിളമ്പുന്നവരെ അന്തകനായി കടന്നു വരുന്നു, വെള്ളാപ്പള്ളി നേതാവ്, ഞങ്ങളുടെ ഓമന നേതാവ്. അതോടുകൂടി ലീഗ് സമാധാനം മതിട്ടോ, നമുക്കിതൊന്നും വേണ്ട, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പൂട്ടി വീട്ടിൽ പോയി എന്നാണ് കേട്ടത്. അപ്പൊ എങ്ങനാ പ്രതിഷേധിക്കാൻ ഒരു വിഭാഗത്തിന് മാത്രമല്ലല്ലോ കഴിയുന്നത്, മറ്റുള്ളവരും രംഗത്തിറങ്ങിയാൽ ഇത് വലിയ കലുഷിതമായി തന്നെ തീരുകയുള്ളൂ. ഇരുകൂട്ടരും ഇത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്.